ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡിസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് രത്നാമൽ നാടകത്തിലെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. രത്നാമൽ പ്രകാശനം ചെയ്ത വർഷം 1962 അതിൻ്റെ ലേഖകൻ ലക്ഷ്മി നാരായൺ ലാൽ. ഇതിലെ കഥാപാത്രങ്ങളാണ് കമൽ, മഹാവീർ ദാസ്, ഡോക്ടർ ദേശായി, മാം, അഗസ്ത്യ, അമൃത, ഗുരുറാം, കാനു അല്ലെങ്കിൽ കന്നയ്യ, സാരംഗ്. ഈ നാടകം 3 പാർട്ടായിട്ടാണ്. ഒന്നാമത്തെ പാർട്ടിൽ 2 ദൃശ്യങ്ങളും, രണ്ടാമത്തെ പാർട്ടിൽ 1 ദൃശ്യവും, മൂന്നാമത്തെ പാർട്ടിൽ 2 ദൃശ്യങ്ങളുമാണ്. ടോട്ടൽ 5 ദൃശ്യങ്ങളുണ്ട്. പുതിയ MLA പേരാണ് ഇന്ദ്രജിത്ത്. കോസ്മെറ്റിക് ഫാക്ടറിയുടെ പേര് ശ്രീദാസ് ഇൻഡസ്ട്രി. ആദ്യ MLA പേരാണ് ജിതേന്ദ്ര മോഹൻ. മംഗൾ ഭരൺ എന്ന് പറയുന്നത് അമൃതയുടെയും കന്നയ്യയുടെ അച്ഛനാണ്. പപ്പുവിൻ്റെ സ്കൂളിൻ്റെ പേരാണ് ഡൂൺ സ്കൂൾ. ദിനബന്ധു ദാസ് മഹാവീർ ദാസിൻ്റെയും കമലിൻ്റെയും അച്ഛനാണ്. ഇനി കമലിൻ്റെ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ പേരാണ് പറയുന്നത്. ആ നാടകത്തിൽ കമൽ പുരുഷ ദേവതയായിട്ടാണ് അഭിനയിക്കുന്നത്. സാരംഗ് ബേവക്കൂഫ്, അമൃത സ്ത്രീ, കന്നയ്യ വഴിപോക്കനായിട്ട്. ഇനി സാരംഗിനെ കുറിച്ചാണ് പറയുന്നത്. കമലിൻ്റെ വിശ്വസ്ത സുഹൃത്താണ് സാരംഗ്. മഹാവീറിൻ്റെ ഇൻഡസ്ട്രിയിലെ ഒരു തൊഴിലാളിയായിരുന്നു സാരംഗ്. മുസ്ലിം ആയതിനാൽ ഗുരുറാം സാരംഗിനെ അവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്, അമൃതയുടെ വിവാഹത്തെക്കുറിച്ച് മഹാവീർ എന്ത് കഥയാണ് സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ മഹാവീറിൻ്റെ അഭിപ്രായത്തിൽ അമൃതയുടെ അച്ഛൻ്റെ മരണം എങ്ങനെയായിരുന്നു? അമൃതയുടെ അച്ഛൻ്റെ മരണത്തിന് കാരണം മഹാവീർ പറയുന്നത് അവരുടെ ഒരു റിലേറ്റീവ് ആണെന്നാണ്. അവൾക്ക് 7 വയസ്സായപ്പോൾ അവളുടെ അച്ഛൻ അവളെ ഒരു അലക്കുകാരനുമായി വിവാഹം കഴിപ്പിച്ചു. അവൾ വലുതായപ്പോൾ അവളുടെ ഭാവി ഓർത്ത് രണ്ടാമത് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൽ നിരാശനായ അമൃതയുടെ ഭർത്താവ് അച്ഛനായ മംഗൾ ഭരനെ കൊന്നു. അടുത്ത ഒരു ക്യാരക്ടറാണ് ബില്ലു സിംഗ്. മഹാവീർ ദാസിൻ്റെ കാവൽക്കാരനായിരുന്നു ബില്ലു സിംഗ്. പഴയ MLA കേസിൽ കള്ളസാക്ഷി പറയാത്തതിന് അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. പോലീസ് അയാളെ മർദ്ദിക്കുകയും ഒരു കൊള്ളക്കാരനാകാൻ നിർബന്ധിക്കുകയും ചെയ്തു. സോനാപൂർ ഗ്രാമം തിരഞ്ഞെടുപ്പിൽ ഇന്ദ്രജിത്തിനെ എതിർത്തപ്പോൾ ഗുരുറാം ഒരു കവർച്ച നടത്തി. ബില്ലു സിംഗിന് ഗുരുതരമായ പരിക്കും പറ്റി. മനുഷ്യത്വമുള്ള ഡോക്ടർ ദേശായി അയാളെ രക്ഷിച്ചു. കമൽ വീണ്ടും അയാൾക്ക് ഒരു മനുഷ്യനാകാനുള്ള ആത്മവിശ്വാസം നൽകി. അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്, പാശ്ചാത്യ രാജ്യങ്ങൾ 2 ലോക മഹായുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ യുദ്ധം നമ്മളെ ബാധിച്ചത്രയും അവരെ ബാധിച്ചില്ല. കമൽ എന്തുകൊണ്ടാണ് പറഞ്ഞത്? കമൽ അങ്ങനെ പറഞ്ഞതിന് കാരണം ഈ രാജ്യം വളരെ ദുർബലമാണ്. മുമ്പ് ബ്രിട്ടീഷുകാരായിരുന്നു ഇതിന് കാരണം. ഇപ്പോൾ നമ്മളും. നമ്മുടെ ഇടുങ്ങിയ മതം, അന്ധമായ ജാതീയത, പ്രവിശ്യവാദം, സ്വാർത്ഥതയുമാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം നമ്മുടേതാണെന്ന് നമുക്ക് തോന്നാത്തത്. കമലിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം എപ്പോഴാണ് ലഭിച്ചത്? അതിൻ്റെ പരിണാമം എന്തായിരുന്നു? 1857 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ രാജ്യം അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കുമായിരുന്നു. ആ സമയത്ത് രാജ്യത്ത് ഹിന്ദു മുസ്ലിം സംഘർഷമോ വിലകെട്ട മൂല്യങ്ങളോ ഉണ്ടായിരുന്നില്ല. രത്നാമൽ എന്ന ശീർഷകത്തിൻ്റെ പ്രാധാന്യം. ലക്ഷ്മി നാരായൺ ലാൽ ഈ നാടകത്തിന് രത്നാമൽ എന്ന ശീർഷകം പ്രതീകാത്മക രീതിയിലാണ് നൽകിയിട്ടുള്ളത്. രത്നകമൽ എന്ന പേര് രത്ന പ്ലസ് കമൽ ഈ 2 ശബ്ദങ്ങളും കൂടെ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. 2ൻ്റെ നിറം ചുമപ്പാണ്. ചുവപ്പ് നിറം വിപ്ലവത്തിൻ്റെ പ്രതീകമാണ്. നാടകത്തിലെ പ്രമുഖ കഥാപാത്രമായ കമലിൻ്റെ ചിന്തയും വിപ്ലവത്തെക്കുറിച്ചാണ്. രത്നാമൽ നാടകത്തിലെ പ്രതീകാത്മകത. രത്നാമൽ നാടകത്തിൽ മഹാവീർ മുതലാളിത്ത വർഗത്തെ പ്രതിനിധീകരിക്കുന്നു. ഗുരുറാം രാജ്യത്ത് പ്രബലമായ സാമൂഹിക വിരുദ്ധരുടെയും അഴിമതി രാഷ്ട്രീയത്തിൻ്റെയും പ്രതീകമാണ്. ഈ നാടകത്തിനകത്ത് ഒരു നാടകം നടക്കുന്നുണ്ട്. അതിലെ ദേവത സ്വാതന്ത്ര്യമാണ്. പക്ഷേ ജാതീയത, വർഗീയത, സാമ്പത്തിക ചൂഷണം, ധനികർ ദരിദ്രർ തുടങ്ങിയ അടിമത്തത്തിൻ്റെ ചങ്ങലകളിൽ കുടുങ്ങി കിടക്കുന്നു. ആരോഗ്യകരമായ ഒരു വെളിച്ചത്തിനായി നിലവിളിക്കുന്നു. ഇടുങ്ങിയ മതം, ജാതി, ഭാഷ, സ്വാർത്ഥത, പിശാചുക്കൾ എന്നിവയും കൈകളിൽ കുടുങ്ങിക്കിടക്കുന്നു. ദേവതയുടെ കയ്യിലെ ചങ്ങലകൾ തുറക്കുന്ന ഒരു വെളുത്ത വസ്ത്രം ധരിച്ച വൃദ്ധൻ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളുടെ മൂർത്തിഭാവമാണ്. കമൽ രാജ്യത്തെ നവോത്ഥാനത്തിൻ്റെ പ്രതീകമാണ്. രത്നകമലിൻ്റെ നാടകവേദി സ്വന്തം വികാരങ്ങളും ചിന്തകളുമുള്ള വിശാലമായ ഒരു നാടകവേദിയാണ്. അതിൻ്റെ നാടകശൈലി അയഥാർത്ഥവുമാണ്. ആദർശപരവും സാങ്കല്പികവുമായ ഒരു അടിത്തറയിൽ നിൽക്കുന്ന കമലിൻ്റെ കഥാപാത്രം ഇത് സ്ഥിരീകരിക്കുന്നു. നാടകത്തിനകത്തും വേറൊരു നാടകം കളിക്കുന്നുണ്ട്. അതും അയഥാർത്ഥമാണ്.